2024 എന്ന് പറയുമ്പോൾ തന്നെ ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ മലയാള സിനിമയിലെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു, അല്ലെങ്കിൽ ഒരു അടിപൊളി വർഷമായിരുന്നു എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ, അല്ലെങ്കിൽ സിനിമകൾ നിരൂപണം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഏറ്റവും നല്ല ഒരു വർഷമായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം തൊട്ടതെല്ലാം പൊന്നാക്കി ചെയ്യുന്ന പ്രൊജക്റ്റുകൾ ഒരു പടിക്ക് മുകളിൽ നിൽക്കുന്ന സിനിമകളാണ് ഓരോ തവണയും വന്നുകൊണ്ടിരുന്നത്. നമ്മളെ കൊണ്ടൊക്കെ ഇത് സാധിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരെ കൊണ്ട് എടാ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് പറയിപ്പിച്ച ഒരു വർഷം കൂടിയായിരുന്നു മലയാള സിനിമയുടെ. മലയാളത്തിന് മാത്രമല്ല ബാക്കിയുള്ള ഭാഷകളിലൊക്കെ ഒരുപാട് നല്ല സിനിമകൾ വന്ന ഒരു വർഷം കൂടിയാണ്. എന്നാലും മലയാള ഫിലിം ഇൻഡസ്ട്രിയാണ് കുറച്ചും കൂടി ഈ 2024 ഒരു പടി മുകളിൽ നിന്നത് എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും, കുറച്ച് അഹങ്കാരത്തോടു കൂടിയാണെങ്കിലും. കാരണം അത്രയും മികച്ച ക്വാളിറ്റി ഐറ്റംസ്, കണ്ടന്റ് ബേസ്ഡ് ഐറ്റംസ് നമുക്കാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചത്. ലോകം മുഴുവൻ തിരിഞ്ഞു നോക്കിയ ഒരു വർഷം കൂടിയായിരുന്നു ഈ വർഷം. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ട, ഞാൻ തിയേറ്ററിൽ പോയി കണ്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ട OTT-യിലാണെങ്കിൽ ഞാൻ കണ്ട സിനിമകൾ, ഏറ്റവും മികച്ച 2024 ഏറ്റവും മികച്ച സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കൂടുതൽ സമയം കളയേണ്ട, കാരണം വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും, ഒന്ന് ക്ഷമിക്കുക, അവസാനം വരെ കാണാൻ ശ്രമിച്ചു നോക്കുക. കുറച്ച് ഇൻട്രസ്റ്റിംഗ് സിനിമകളും ഇതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം കാണുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ തുടക്കം മലയാള സിനിമയിൽ തന്നെ തുടങ്ങാം, അതാണല്ലോ അതിൻ്റെ ഒരു ശരി. അപ്പം ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ എന്നെ ഒരു ഭ്രമത്തിലെത്തിച്ച ഭ്രമയുഗം തന്നെയാണ് ലിസ്റ്റിൽ ഫസ്റ്റായിട്ട് വരുന്നത്. ഭ്രമയുഗം, പ്രേമലു, ആവേശം, മഞ്ഞുമൽ ബോയ്സ്, അടുത്തൊരു മൈൽ സ്റ്റോൺ അടിച്ചൊരു സിനിമ കൂടിയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൂക്ഷ്മദർശിനി, ARM, ഗോഡ് ലൈഫ്, ഗഗനാചാരി, ആട്ടം, റൈഫിൾ ക്ലബ്ബൊക്കെ ഇപ്പൊ തിയേറ്ററിലേക്ക് വന്നതാണ്. പക്ഷെ ഗംഭീര ട്രീറ്റ് തന്ന, ഗംഭീര എക്സ്പീരിയൻസ് തന്ന, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പിടിച്ചിരുത്തി നമ്മളെ ഒന്ന് ത്രില്ലടിപ്പിച്ച ഒരു സിനിമ തന്നെയായിരുന്നു റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ. അതുപോലെ തന്നെ ഉള്ളൊഴുക്ക്, ലെവൽ ക്രോസ്, കിഷ്കിന്ധാകാന്ഡം, അതുപോലെ തന്നെ വാഴ, ഈ സിനിമകളൊക്കെയാണ് ഒരുപാട് തിയേറ്ററിൽ തൃപ്തി തന്ന, അല്ലെങ്കിൽ നമ്മളൊന്ന് ഫ്രീ ആക്കിയ, നമ്മൾ തിയേറ്ററിൽ നമ്മളൊന്ന് ഞെട്ടിച്ച കുറേ സിനിമകളായിട്ട് മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതിൽ എസ്പെഷ്യലി ലെവൽ ക്രോസ്, അതൊക്കെ വളരെ ചുരുക്കം ആൾക്കാരാണ് കണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഗംഭീര ചിത്രങ്ങളാണ്. നമ്മുടെ ബ്രെയിൻ ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു തരത്തിൽ, അല്ലെങ്കിൽ ട്വിസ്റ്റിൻ്റെ ഒരു പേട്ടകെട്ട് തന്നെയുള്ള ഒരു സിനിമ തന്നെയാണ് ലെവൽ ക്രോസ് എന്നൊക്കെ പറയുന്ന സിനിമ. അതുപോലെ തന്നെ കിഷ്കിന്ധാകാന്ഡം, ആസിഫ് അലി, അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ, നമ്മുടെ സ്വന്തം ഉണ്ണി മുകുന്ദൻ, ഇവർക്കൊക്കെ നല്ലൊരു വർഷമായിരുന്നു. മാർക്കോ ഞാൻ ഈ ലിസ്റ്റിൽ പെടുത്താത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, മാർക്കോ എനിക്കൊരു ആവറേജ് അനുഭവം മാത്രമാണ് തന്നത്. ഒരു ഗംഭീര സിനിമ എന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഇത് ആക്ഷൻ വൈസ്, അല്ലെങ്കിൽ വയലന്റ് വൈസ് അതൊരു ഗംഭീര പടം തന്നെയാണ്. മലയാളത്തിൽ ഇന്ന് വരെ കാണാത്തൊരു സിനിമ തന്നെയാണ്. പക്ഷെ അതിനെ ഞാൻ ഈ ബെസ്റ്റ് ഘട്ടത്തിലേക്ക് ഞാൻ എടുത്ത് വെക്കുന്നില്ല. അതിനൊന്നും വിരോധമൊന്നും ആർക്കും തോന്നരുത്. അപ്പം ഉണ്ണി മുകുന്ദൻ, ആസിഫ് അലി, ദുൽഖർ സൽമാൻ, അങ്ങനെ തുടങ്ങി യുവതാരങ്ങൾക്കൊക്കെ ഗംഭീര ഒരു വർഷം തന്നെയായിരുന്നു. ടൊവിനോ തോമസ്, ARM എന്ന് പറയുന്നൊരു ഗംഭീര പടം പുള്ളിയുടെ സൈഡിൽ നിന്നുണ്ടായി. അപ്പോൾ അതുപോലൊരു സൂപ്പർ വർഷം തന്നെയായിരുന്നു ഈ നമ്മുടെ സ്വന്തം യങ്സ്റ്റേഴ്സിന്. അതിൽ കുറച്ച് സങ്കടമുള്ളത് നിവിൻ പോളി മാത്രമാണ്. നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഗസ്റ്റ് റോളിൻ്റെ ഒരു വേഷത്തിൽ വന്ന് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പുള്ളിയുടെ ഒരു പ്രൊഡക്റ്റ് തന്നു. ആ സാധനം ഓക്കെ ആയിരുന്നു. പക്ഷേ പുള്ളിയുടേതായിട്ട് ഇറങ്ങിയ സിനിമകളെല്ലാം വളരെയധികം നിരാശപ്പെടുത്തുന്നതായിരുന്നു. മലയാളത്തിലെ കാര്യം പറയുന്ന പോലെ തന്നെ തമിഴിൽ നിന്നും കുറച്ച് നല്ല സിനിമകൾ വന്നിരുന്നു. ഒരുപാടില്ല, എന്നാൽ തന്നെ വന്ന കുറേ എണ്ണം നല്ല കണ്ടന്റ് ബേസ്ഡ് ആയിരുന്നു, ക്വാളിറ്റി ബേസ്ഡ് ആയിരുന്നു. അതിൽ ഒന്നാമതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ലബർപന്ത് എന്ന് പറഞ്ഞ സിനിമയാണ്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, സൂപ്പർ സിനിമയാണ്. അതുപോലെ തന്നെ മെയ്യഴകൻ, മഹാരാജ, വാഴൈ, അതുപോലെ തന്നെ അമരൻ, തങ്കലാൻ, വിടുതലെ പാർട്ട് 2, അതുപോലെ തന്നെ പാർക്കിംഗ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ സിനിമകളൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, ഗംഭീര സിനിമകളായിരുന്നു. എനിക്ക് 2024 ഇഷ്ടപ്പെട്ട കുറച്ച് തമിഴ് സിനിമകളാണ്. ഇനി ബോക്സ് ഓഫീസിൻ്റെ കാര്യത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ലിസ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതുകൂടാതെ തന്നെ എനിക്ക് ഈ തമിഴും മലയാളം അല്ലാതെ തെലുങ്ക് സൈഡിൽ നിന്ന് വന്നാൽ ലക്കി ഭാസ്കർ, അതുപോലെ തന്നെ കൽക്കി തുടങ്ങിയ സിനിമകളൊക്കെ വൻ ഗംഭീര അഭിപ്രായവും അതുപോലെ തന്നെ ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ സിനിമകളായിരുന്നു. കൂടാതെ ഹിന്ദിയിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സിനിമകളൊന്നും ഇല്ല, എന്നാലും എണ്ണിപ്പെറുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ലാപ്പത്ത ലേഡീസ് എന്ന് പറയുന്നൊരു സിനിമ സൂപ്പറായിട്ട് എനിക്ക് വർക്കൗട്ട് ആയൊരു സിനിമയാണ്. അതുപോലെ തന്നെ അമർ സിംഗ് ചംകീല എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു, സൂപ്പറാണ്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, മിക്കവാറും ആൾക്കാർ കണ്ടിട്ടില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. സൂപ്പർ സിനിമയാണ്, കണ്ടിട്ടില്ല കണ്ടു നോക്കുക. ഭയങ്കര ഒരു ഫീൽ തരുന്ന ഒരു ബയോപിക് പോലത്തെ ഒരു സാധനമാണ്.
അത് കണ്ടു നോക്കുക, സൂപ്പർ പടമാണ്. പിന്നെ നമ്മളെ ഞെട്ടിച്ചൊരു സിനിമയായിരുന്നു കിൽ എന്ന് പറയുന്ന സിനിമ. അപ്പൊ ആ സിനിമയും കൂടി ഞാൻ ലിസ്റ്റിൽ കയറ്റുകയാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, മാർക്കോ നിനക്ക് ലിസ്റ്റിൽ കയറ്റാൻ പറ്റത്തില്ലായിരുന്നു വയലൻസ് കാരണം, അപ്പൊ കിൽ എങ്ങനെ കയറ്റാൻ പറ്റി? ഈ മാർക്കോ ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയ അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു സിനിമയായിരുന്നു കിൽ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അത് മാത്രമല്ല, ഒരു ഹോളിവുഡ് പ്രൊഡക്ഷൻ കമ്പനി ഒഫീഷ്യലി സിനിമ റിലീസായതിനു ശേഷം ഒഫീഷ്യലി അതിൻ്റെ റൈറ്റ്സ് വാങ്ങുകയും അങ്ങോട്ട് റീമേക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് വാങ്ങുകയും ചെയ്ത ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടാക്കിയ ഒരു സിനിമ കൂടിയാണ് കിൽ എന്ന് പറഞ്ഞ സിനിമ. ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ഒരു ആക്ഷൻ പാക്ഡ് സിനിമ ഉണ്ടാകും എന്ന് ആരും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നമുക്ക് ഞെട്ടൽ തന്നൊരു സിനിമ തന്നെയായിരുന്നു കിൽ എന്ന് പറഞ്ഞ സിനിമ. അതുകൊണ്ടാണ് ആ പടം ഈ ലിസ്റ്റിൽ കയറ്റുന്നത്. ഇതെല്ലാം കൂടാതെ ഹോളിവുഡിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകളുണ്ടായിരുന്നു. ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സിനിമ തന്നെ ഞാൻ ആദ്യം പറയും. ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത ഒരു ഗംഭീര പ്രൊഡക്റ്റ് ആയിട്ടുള്ള A24 ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ദ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ സിനിമ. അതുകൂടാതെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ സൂപ്പർ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് 90s കിഡ്സിനൊക്കെ ഓർക്കാൻ പറ്റി അല്ലെങ്കിൽ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സാധനമായിരുന്നു അത്. അതുപോലെ തന്നെ ക്യാരി ഓൺ എന്ന് പറയുന്നത് ഇപ്പം നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ ഒരു ഗംഭീര ത്രില്ലർ സിനിമയായിരുന്നു. അതുപോലെ തന്നെ ഹെറിഡിക്റ്റ് എന്ന് പറയുന്ന A24 തന്നെ ഒരു സിനിമയാണ്. അതും സൂപ്പറായിട്ട് എനിക്ക് വർക്കൗട്ടായ സിനിമയാണ്. അതുകൊണ്ട് കോൺക്ലേവ് എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു സിനിമയായിരുന്നു കോൺക്ലേവ് എന്ന് പറയുന്ന സിനിമ. അതും സൂപ്പറായിട്ട് എനിക്ക് വർക്കൗട്ടായ ഒരു സിനിമയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമ, ഈ പറഞ്ഞ ലിസ്റ്റിലൊക്കെ കാട്ടിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് ദ വൈൽഡ് റോബോട്ട് എന്ന് പറയുന്ന സിനിമ. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് പോയി കണ്ടു നോക്കുക. സൂപ്പർ സിനിമയാണ്. വല്ലാത്തൊരു ഫീല് നൽകുന്ന അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു റിഫ്രഷിങ് ഫീൽ ഉണ്ടാക്കുന്ന ഒരു ആനിമേറ്റഡ് ഇംഗ്ലീഷ് ഫിലിമാണ്. ഞാൻ ഓൾറെഡി നമ്മുടെ റിവ്യൂ ഇതിനെപ്പറ്റി ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരുണ്ട് കണ്ടു നോക്കുക. ഇതിലൊക്കെ ഉപരി ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യപ്പെട്ടു. 4K അപ്ഗ്രേഡേഷനൊക്കെ നടത്തി തിയേറ്ററിലേക്ക് വന്നു. അതിലെ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ മണിച്ചിത്രത്താഴ്, ദേവദൂതൻ, അതുപോലെ തന്നെ വല്യേട്ടൻ എന്ന് പറയുന്ന സിനിമകളൊക്കെ ഞാൻ തിയേറ്ററിൽ തന്നെയാണ് പോയി കണ്ടത്. അപ്പം കിട്ടിയ ഒരു അനുഭവം, ഫീലോ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവം തന്നെയായിരുന്നു. അതുപോലെ തന്നെ തമിഴിൽ നിന്ന് പോക്കിരി എന്ന് പറയുന്ന സിനിമ, പണ്ട് ഞാൻ പോക്കിരി തിയേറ്ററിൽ ഇപ്പോൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്നെൻ്റെ ഒരു ബർത്ത്ഡേ അന്ന് തന്നെ ഞാൻ പോയി കണ്ടൊരു സിനിമയായിരുന്നു പോക്കിരി എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഇതെല്ലാം തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു, അത് വേർഡ്സ് ഇല്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 2024 എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടു. കണ്ട എല്ലാ സിനിമയും എനിക്ക് ലിസ്റ്റിൽ കയറ്റാൻ സാധിക്കത്തില്ല. എനിക്ക് എല്ലാ സിനിമകളും ഇഷ്ടമാണ്, അതാണ് വേറൊരു സത്യം. ഒരുപാട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രമേ ഞാൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറയാറുള്ളൂ. നെഗറ്റീവ് ഞാൻ ഏറ്റവും കുറവാണ് പറയാറ്. കാരണം ഓരോ സിനിമയ്ക്ക് അതിൻ്റെതായ എഫേർട്ടും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടാണ് ഓരോ പ്രൊഡക്ഷൻ കമ്പനിയും ഓരോ ഡയറക്ടറും ഓരോ ആക്ടേഴ്സും അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തീരെ കൊള്ളൂല എന്ന് പറയാൻ എനിക്ക് മനസ്സ് വരാറില്ല. എന്നാലും ചില സമയത്ത് ഞാൻ പറഞ്ഞു പോകും. അങ്ങനെ ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ 2024 ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി. എന്തായാലും 2025 പുതിയ വർഷം തുടങ്ങാൻ പോവുകയാണ്. വർഷം തുടങ്ങുമ്പോൾ തന്നെ ജനുവരി 2 മുതൽ നമുക്ക് സിനിമകൾ വന്നു തുടങ്ങും. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. 2025 ഒരുപാട് നല്ല പ്രൊജക്റ്റുകൾ നമ്മളെ നോക്കിയിരിപ്പുണ്ട്. ഒരുപാട് എക്സൈറ്റിംഗ് പ്രൊജക്റ്റുകളുണ്ട്. അത് മലയാളത്തിൽ നിന്ന് മാത്രമല്ല, ഹോളിവുഡിൽ നിന്നും ബോളിവുഡിൽ നിന്നും കോളിവുഡിൽ നിന്നും എല്ലാ വുഡിൽ നിന്നും അടിപൊളി പടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സീരീസുകളും ഉണ്ടായി വരുന്നുണ്ട്. ഞാനിപ്പോൾ സീരീസുകൾ വളരെ കുറവാണ് ചെയ്യുന്നത്. എനിക്കറിയാം, എനിക്ക് അതിനുള്ള സമയം എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് സീരീസിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ എനിക്ക് ഇടാൻ പറ്റാതെ പോകുന്നത്. കാരണം സീരീസ് കണ്ടു തീരുന്നില്ല, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പം തന്നെ 2 ബുക്കുകൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് റിവ്യൂ ഇടാൻ സാധിക്കുന്നില്ല. അപ്പോൾ സമയത്തിൻ്റെ കുറച്ച് പരിമിതികൾ ഉള്ളതുകൊണ്ടാണ്. എന്തായാലും ഉടനെ തന്നെ എല്ലാം നല്ല രീതിയിലാവട്ടെ. 2025 ഈ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് സൂപ്പറായിട്ട് മുമ്പോട്ട് പോകട്ടെ. എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമ്മുടെ ചാനൽ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്തപോലെ തന്നെ മുമ്പോട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് തരിക. 2025 എനിക്കും സന്തോഷം ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കട്ടെ. നമ്മുടെ ചാനലും സൂപ്പറായിട്ട് തീരട്ടെ. ചാനൽ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്കും നല്ല അപ്ഡേറ്റ്സും കാര്യങ്ങളും എക്സൈറ്റിംഗ് സാധനങ്ങളൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. 2025 നമുക്കതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം ഹാപ്പി ന്യൂ ഇയർ, പീസ് ഔട്ട്.